Dynamic equilibrium. When after a fixed period, the equilibrium state is disturbed, it is called dynamic equilibrium. In dynamic equilibrium, prices, quantities, incomes, tastes, technology, etc. are constantly changing. ഒരു നിശ്ചിത ടൈം പീരീഡിന് ശേഷം ഇക്വിലിബ്രിയം സ്റ്റേറ്റ്, ഇക്വിലിബ്രിയം അവസ്ഥ ഡിസ്റ്റർബ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെ നമുക്ക് ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് വിളിക്കാം. ഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ പ്രൈസും ക്വാണ്ടിറ്റിയും വരുമാനവും ടേസ്റ്റും സാങ്കേതിക വിദ്യയും ഒക്കെ മാറിക്കൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ, സപ്പോസ് some more persons develop the taste of fish. As a result, the demand for fish will increase. Seller will at once raise the price and thus change the behavior of the old buyers. ഉദാഹരണം പറയുകയാണെങ്കിൽ, ചില ആളുകൾ മത്സ്യത്തിനോടൊരു താല്പര്യം കൂടുതൽ കാണിക്കുകയാണ്. അത് മത്സ്യത്തിന്റെ ഡിമാൻഡ് കൂടാൻ കാരണമാകും. അങ്ങനെ മത്സ്യത്തിന്റെ ഡിമാൻഡ് കൂടുമ്പോൾ വിൽപ്പനക്കാരൻ അതിന്റെ വില ഒന്ന് വർദ്ധിപ്പിക്കും. അങ്ങനെ വില വർദ്ധിച്ചു കഴിയുമ്പോൾ പഴയ ബയേഴ്സിന്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവും, കാഴ്ചപ്പാടിൽ മാറ്റം ഉണ്ടാവും. The market will be thrown into a state of disequilibrium and will remain to till the supply of fish is increased to the level of the new demand. അപ്പോൾ കുറച്ച് കാലഘട്ടത്തേക്ക് അവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടാകും. കാരണം ഓൾഡ് ബയേഴ്സിന്റെ കാഴ്ചപ്പാടിൽ മാറ്റം ഉണ്ടായി. വീണ്ടും എന്തായി മാറും? സപ്ലൈയുടെ ഫിഷിന്റെ സപ്ലൈ വർദ്ധിക്കുന്നു, അതിന്റെ ഡിമാൻഡിന് വർദ്ധിച്ച ഡിമാൻഡിന് തുല്യമാകുന്നു. അപ്പം വീണ്ടും ഇക്വിലിബ്രിയത്തിലേക്ക് വരാം. അപ്പൊ ഇങ്ങനെയുള്ള ഒന്നിനെയാണെന്ന് പറയുക ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. പഴയ ഇക്വിലിബ്രിയം മാറി വീണ്ടും മറ്റത്തിലേക്ക് വന്നു. കാരണം അതിനിടയിൽ കുറെ ഫോഴ്സസ് പ്രവർത്തിച്ചു. The word dynamics means causing to move. മൂവ് ചെയ്യാൻ കാരണമാവുക എന്നാണ് ഡൈനാമിക്സ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. In economics, the term dynamics refers to the study of economic change. എക്കണോമിക്സിൽ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഇക്കണോമിക് ചേഞ്ചിനെയാണ് ഡൈനാമിക്സ് കൊണ്ട് അർത്ഥമാക്കുക. It aims to trace and study the behavior of variables through time and determine whether these variables tend to move towards equilibrium. We have known that there is movement in statics also, but this movement is certain, regular and expected. നമുക്കറിയാം സ്റ്റാറ്റിക്കിൽ മൂവ്മെന്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? അതെന്താണ്? certain ആണ്, എന്താണ് അത് റെഗുലർ ആണ്, അത് എക്സ്പെക്റ്റഡ് ആണ്. While dynamics refers to that movement which is uncertain, unexpected and irregular. ഡൈനാമിക്സിൽ മൂവ്മെന്റ് ഉണ്ട്, പക്ഷെ എന്താണ്? അത് അൺസർട്ടൺ ആണ്, അനിശ്ചിതത്വമാണ്, അത് അൺഎക്സ്പെക്റ്റഡ് ആണ്, അപ്രതീക്ഷിതമാണ്, അത് ഇറഗുലർ ആണ്, റെഗുലാരിറ്റി അതിനില്ല. According to Professor Harrod, dynamic economics is the study of an economy in which rates of output are changing. ഹാരോഡിന്റെ വാക്കുകളിൽ പറഞ്ഞാല് ഡൈനാമിക് ഇക്കണോമിക്സ് പഠിക്കുന്നത് ഔട്ട്പുട്ടിന്റെ റേറ്റ് ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് മാറിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് പഠിക്കുന്നു, മാറ്റത്തിന് വിധേയമാണ്. അക്കോർഡിംഗ് ടു പ്രൊഫസർ ഹിഗ്സ്, economic dynamics refers to that part of economic theory in which all quantities must be dated. ഹിഗ്സ് പറയുകയാണ് ഇക്കണോമിക് ഡൈനാമിക്സ് എന്ന് പറയുന്നത് ഇക്കണോമിക് തിയറിയുടെ ആ ഭാഗം. ഏത് ഭാഗമാ? എല്ലാ ക്വാണ്ടിറ്റിയെയും ഡേറ്റ് ചെയ്യപ്പെടുന്ന, ഡേറ്റഡ് ആയ എന്ന് പറഞ്ഞാൽ സമയബന്ധിതമായിട്ടുള്ള, ഡേറ്റഡ് എന്ന് പറയുന്നതാണ് സമയബന്ധിതമായിട്ടുള്ള. So from Hicks' definition, we come to know that time element occupies great importance in dynamic economics. But dynamic economics ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതിനാണ് സമയത്തിന്. In dynamic, we focus on the change of time and how the equilibrium change with the time.
നമ്മൾ ഡൈനാമിക് എക്കണോമിക്സ് നമ്മൾ പ്രാധാന്യം കൊടുക്കുക മാറ്റത്തിനാണ്. ആ ഈക്വിലിബ്രിയം എങ്ങനെയാണ് സമയം മാറുന്നത് ഇങ്ങനെ മാറുന്നു എന്ന് നോക്കുന്നു. ഇറ്റ്സ് ദ സെയിം ആസ് വാച്ചിങ് ദ മൂവി. യു ക്യാൻ സീ ഹൗ ദ ഇമേജ് ആനിമേറ്റ് ആൻഡ് മൂവ്. നിങ്ങളൊരു സിനിമ കാണുമ്പോൾ തന്നെയാണ്. അതിൽ ഓരോ ഇമേജുകൾ വരുന്നു, അത് പോകുന്നു, അല്ലെ, വീണ്ടും വരുന്നു. ഡൈനാമിക് അനാലിസിസ് allows us to see the path of variable, how the variable change with the time. ഏതെല്ലാം വേരിയബിൾ ആണ്, അത് ഓരോ വേരിയബിളും എങ്ങനെ മാറുന്നു എന്ന് നമുക്ക് ഡൈനാമിക്സിലൂടെ മനസ്സിലാക്കാൻ പറ്റും. It helps us to see whether the equilibrium will reach or not. Equilibrium attain ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഇത് നമുക്ക് കാണാൻ പറ്റും. The concept of dynamics is nearer to reality. അപ്പൊ യാഥാർത്ഥ്യത്തോട് അടുത്ത് നിൽക്കുന്നതാണ് ഡൈനാമിക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. In dynamic economics, we study the economic variables like consumption function, income and investment in a dynamic state. മാറ്റത്തിന് വിധേയമായ ഒരു സ്റ്റേറ്റിലെ കൺസംഷനും ഇൻകവും ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ഡൈനാമിക് ഇക്കണോമിക്സിന്റെ ഭാഗമായി. In dynamic economics, we also study the path of change or the movement towards equilibrium. ഈക്വിലിബ്രിയത്തിലേക്കുള്ള മൂവ്മെന്റ്, ആ മാറ്റത്തിന്റെ പാതകളൊക്കെ നമ്മൾ ഡൈനാമിക് ഇക്കണോമിക്സ് നമ്മൾ പഠിക്കുന്നു. Professor Clark has pointed out the following features of a dynamic economy. ഒരു ഡൈനാമിക് ഇക്കോണമിയുടെ സവിശേഷത എന്തെല്ലാമാണെന്ന് അദ്ദേഹം ഇങ്ങനെയാണ് വിശേഷിപ്പിക്കുക. In a dynamic economy, population grows. ഡൈനാമിക് ഇക്കോണമിയിൽ പോപ്പുലേഷൻ വളരുന്നു. Quantity of capital grows. ക്യാപിറ്റലിന്റെ അളവ് വർദ്ധിക്കുന്നു. Modes of production improves. ഉൽപാദന രീതികൾ മെച്ചപ്പെടുന്നു. Industrial institutions undergo changes. വ്യാവസായിക സ്ഥാപനങ്ങൾ മാറ്റത്തിന് വിധേയമാകുന്നു. Inefficient organizations are replaced by efficient organizations. കാര്യക്ഷമതയില്ലാത്ത ഓർഗനൈസേഷനെ കാര്യക്ഷമതയുള്ള ഓർഗനൈസേഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്യും. Habits of the people, fashion, custom change as wants of the people also people increase. ആളുടെ ആവശ്യങ്ങൾ മാറുന്നു, ആവശ്യങ്ങൾ വർദ്ധിക്കുന്നു, ആളുടെ ഹാബിറ്റ്സ് മാറും, ഫാഷൻ മാറും, കസ്റ്റംസ് ഒക്കെ ചേഞ്ച് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ഇക്കണോമിക്സ്. നമ്മൾ സ്റ്റാറ്റിക് കണ്ടു, ഡൈനാമിക് കണ്ടു. അതിൽ അപൂർണതകൾ ഉണ്ടാകാം. ആ അപൂർണതകൾ വ്യക്തമാക്കാൻ നമുക്ക് ഈ ഡിഫറൻസ് നോക്കാം. ഒന്ന് ടൈം എലമെന്റ് ആണ്. ഇൻ എ സ്റ്റാറ്റിക് ഇക്കണോമിക് അനാലിസിസ് ടൈം എലമെന്റ് ഹാസ് നത്തിങ് ടു ഡു. സ്റ്റാറ്റിക് ഇക്കണോമിക് അനാലിസിസ് എന്തില്ല, ടൈം എലമെന്റ് ഇല്ല, സമയത്തിന് പ്രാധാന്യമില്ല. In static economics, all economic variables refer to the same point of time. ഒരേ കാലഘട്ടത്തിലുള്ള വേരിയബിൾസിനെ കുറിച്ചാണ് സ്റ്റാറ്റിക് ഇക്കണോമിക്സിൽ പഠിക്കുക. Static economy is also called a timeless economy. സ്റ്റാറ്റിക് ഇക്കോണമി എന്ന് വിളിക്കാം, ടൈംലെസ് ഇക്കോണമി എന്ന് വിളിക്കാം. സമയമില്ലാത്ത, അല്ലെ, സമയമായി ബന്ധമില്ലാത്തതാണ്. സ്റ്റാറ്റിക് ഇക്കോണമി അക്കോർഡിംഗ് ടു ഹിഗ്സ് ഈസ് വൺ വേർ വി ഡു നോട്ട് ട്രബിൾ അബൌട്ട് ഡേറ്റിംഗ്. ഡേറ്റിംഗുമായി ബന്ധം എന്താണ്, ഒരു ബന്ധമില്ലാത്ത അല്ലെങ്കിൽ ഡേറ്റിനെ കുറിച്ച് നമ്മൾ ട്രബിൾ ചെയ്യാത്ത ഒരു ഇക്കോണമിയാണ് സ്റ്റാറ്റിക് ഇക്കോണമി എന്ന് J.R. ഹിഗ്സ് പറയുന്നു. ഓൺ ദി കോൺട്രറി, ഇൻ ഡൈനാമിക് ഇക്കണോമിക്സ് ടൈം എലമെന്റ് ഓക്യുപ്പൈസ് an important role. എന്നാൽ ഡൈനാമിക് ഇക്കണോമിക്സിൽ ടൈം എലമെന്റ് വളരെ പ്രാധാന്യമുണ്ട്. ഹിയർ ഓൾ ക്വാണ്ടിറ്റീസ് മസ്റ്റ് ബി ഡേറ്റഡ്. എല്ലാ ക്വാണ്ടിറ്റികളും ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇക്കണോമിക് വേരിയബിൾസ് റെഫർ ടു ദ ഡിഫറെന്റ് പോയിന്റ്സ് ഓഫ് ടൈം. നാം പരിഗണിക്കുന്ന ഇക്കണോമിക് വേരിയബിൾസ് ഒക്കെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലുള്ളതാണ്. സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഡൈനാമിക്സിൽ, എന്നാൽ സ്റ്റാറ്റിക്കിൽ ടൈം എലമെന്റ് പ്രാധാന്യമില്ല. രണ്ടാമത്തെ പോയിന്റ് പ്രോസസ് ഓഫ് ചേഞ്ച് ആണ്. Another difference between static economic and dynamic economics is that static analysis does not show the path of change. Dynamic economics and static economics ആണ് വ്യത്യാസം എന്ന് പറയുമ്പോൾ, സ്റ്റാറ്റിക് ഇക്കണോമിക്സ് അനാലിസിസിൽ എന്തില്ല, മാറ്റത്തിന്റെ പാതയെ നമ്മൾ പരാമർശിക്കുന്നില്ല. എന്നാൽ ഡൈനാമിക് ഇക്കണോമിക്സിൽ മാറ്റത്തിന്റെ പാതകൾ നാം പരിഗണിക്കുന്നുണ്ട്. It only tells about the conditions of equilibrium. സ്റ്റാറ്റിക് ഇക്കണോമിക് അനാലിസിസ് എന്നോട് പറയുന്നത് ആ ഇക്വിലിബ്രിയം കണ്ടീഷനെ കുറിച്ച് മാത്രം പറയുക. ഓൺ ദി കോൺട്രറി, ഡൈനാമിക് ഇക്കണോമിക്സ് അനാലിസിസ് ഓൾസോ ഷോസ് ദ പാത്ത് ഓഫ് ചേഞ്ച്. ഡൈനാമിക് ഇക്കണോമിക് അനാലിസിസ് നമുക്ക് ആ മാറ്റത്തിന്റെ പാതകൾ കൂടി വ്യക്തമാണ്. സ്റ്റാറ്റിക് ഇക്കണോമിക്സ് ഈസ് കോൾഡ് എ സ്റ്റിൽ പിക്ചർ, whereas the dynamic economics is called a movie of the market. സ്റ്റാറ്റിക് ഇക്കണോമിക്സിനെ സ്റ്റിൽ പിക്ചറോട് കമ്പയർ ചെയ്താൽ ഡൈനാമിക് എന്താണ്, ഒരു മൂവിയോട് കമ്പയർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് തേർഡ് പോയിന്റ് ഇക്വിലിബ്രിയം ആണ്.
Static economics studies only a particular point of equilibrium. ഒരു പ്രത്യേക പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയത്തെ കുറിച്ച് മാത്രമേ സ്റ്റാറ്റിക് ഇക്കണോമിക്സ് പറയുന്നുള്ളൂ. But dynamic economics also studies the process by which equilibrium is achieved. എന്നാൽ dynamic economicsൽ equilibrium attain ചെയ്ത രീതികളെ കുറിച്ച് കൂടി, അതിന്റെ പ്രോസസ്സിനെ കുറിച്ച് കൂടി പറയുന്നു. എന്നാൽ സ്റ്റാറ്റിക്കില് ജസ്റ്റ് ഇക്വിലിബ്രിയത്തെ കുറിച്ച് മാത്രം പറയുന്നു. എങ്ങനെ വന്നു, എന്തുകൊണ്ട് വന്നു എന്നൊന്നും പറയുന്നില്ല. As a result, there may be equilibrium or maybe disequilibrium. Equilibrium ഉണ്ടാകാം, ചിലപ്പോൾ disequilibrium ഉണ്ടാകാം. Therefore, static analysis is a study of equilibrium only, whereas dynamic analysis studies both equilibrium and disequilibrium. അങ്ങനെ പറയുമ്പോൾ നമുക്ക് തിരിച്ചു പറയാം, സ്റ്റാറ്റിക് അനാലിസിസിൽ ഇക്വിലിബ്രിയത്തെ കുറിച്ചും മാത്രം പഠിക്കുമ്പോൾ ഡൈനാമിക് അനാലിസിസിൽ ഇക്വിലിബ്രിയത്തെ കുറിച്ചും ഡിസിക്വിലിബ്രിയത്തെ കുറിച്ചും പഠിക്കുന്നു. കാരണം ഇക്വിലിബ്രിയത്തിലേക്കുള്ള പാത അത് ഡിസിക്വിലിബ്രിയത്തിന്റെ പാതയാണ്. മറ്റൊന്ന് സ്റ്റഡി ഓഫ് റിയാലിറ്റി ആണ്. Static analysis far from reality, while dynamic analysis nearer to reality. യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ല സ്റ്റാറ്റിക്, എന്നാൽ ഡൈനാമിക് അനാലിസിന് ഒരു പരിധി വരെ റിയാലിറ്റിയോട് അടുപ്പമുണ്ട്. റിയാലിറ്റിയെ അത് പ്രതിഫലിപ്പിക്കുന്നു. Static analysis is based on the unrealistic assumptions of perfect competition, perfect knowledge, etc. സ്റ്റാറ്റിക് അനാലിസിസ് എന്ന് പറയുന്നത് ഒരുപാട് അയഥാർത്ഥങ്ങളായിട്ടുള്ള അസംഷനെ ആസ്പദമാക്കിയാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനും പെർഫെക്റ്റ് നോളജ് പോലുള്ള അസംഷൻസ് ഉണ്ട്. Here all the important economic variables like fashion, population, models of production, etc. are assumed to be constant. അവിടെ എന്താണ്, എല്ലാ ഇക്കണോമിക് വേരിയബിൾസ്, പ്രാധാന്യമുള്ള ഇക്കണോമിക് വേരിയബിൾസ്, ഫാഷനും പോപ്പുലേഷനും ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ എന്താണ്, കോൺസ്റ്റന്റ് ആണെന്ന് കരുതുന്നു. On the contrary, dynamic analysis takes these economic variables as changeable. ഈ പറയുന്ന വേരിയബിൾസിനെ ഒക്കെ തന്നെ ഡൈനാമിക് ഇക്കണോമിക്സിൽ എന്താണ്, ചേഞ്ചബിൾ ആണ്, മാറ്റത്തിന് വിധേയമാണ്. ആ മാറ്റം കൂടി ഡൈനാമിക് ഇക്കണോമിക്സിൽ നമ്മൾ പഠിക്കും. ഇതാണ് സ്റ്റാറ്റിക്കും ഡൈനാമിക് അനാലിസിസ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ.